അതുകൊണ്ട് വെൽഫെയറിൽ എനിക്കൊരു പുതിയ ജീവിതം കിട്ടിയെന്ന് തന്നെ പറയാം. സത്യത്തിൽ ഞാനിവിടെ കിടന്ന സമയം എനിക്ക് നടക്കാനൊന്നും പറ്റൂലായിരുന്നു. ഞാൻ വീൽ ചെയറിലാണ് എന്നെ കൊണ്ടുപോകാറ്. അത്രത്തോളം വേദനയായിരുന്നു. എൻ്റെ ഒരു കാല് സത്യത്തിൽ നനക്കാൻ പോലും പറ്റൂലായിരുന്നു ഈ ഒരു പ്രശ്നം കാരണം വലത്തെ കാല്. എൻ്റെ ഒരു അനുഭവത്തിൽ ഞാൻ പറയുന്നത് എനിക്ക് 100% ഇത് ക്ലിയറായി. ഞാൻ പലരുടെ അടുത്ത് അഭിപ്രായം ചോദിച്ചപ്പോൾ പലരും ഈ ഡിസ്ക് കംപ്ലൈൻ്റ് ഒക്കെ ആയിട്ട് അതൊന്നും ഇതിനെപ്പറ്റി ഇവർ അറിയില്ലായിരുന്നു ഇങ്ങനെ ഒരു തെറാപ്പിയിൽ ഇത് ചെയ്യുന്നുള്ളത്. ഇവിടെ നാട്ടിലൊന്നും അങ്ങനെ പരിചയമില്ലല്ലോ. അങ്ങനെ ഇവിടെ വന്ന് എനിക്ക് പൂർണ്ണ സുഖമായി. എനിക്ക് മുട്ടുകാല് വേദനയും ഡിസ്കിന് ചെറിയൊരു കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു. അതെനിക്ക് അറിയില്ലായിരുന്നു ഡിസ്ക് കംപ്ലൈൻ്റ് ആണെന്ന്. ഞാനിവിടെ കോഴിക്കോടിൽ 1-2 ഹോസ്പിറ്റലിൽ കാട്ടിയപ്പോൾ അവർ പറഞ്ഞു അവർ ഓപ്പറേഷൻ ചെയ്യണമെന്ന്. അപ്പോഴാണ് ഞാൻ ഈ വെൽഫെയറിനെ പറ്റി കേട്ടത്. സർജറി ഇല്ലാതെ മാറ്റിക്കൊടുക്കുന്നു. പൊതുവെ എനിക്ക് ഓപ്പറേഷൻ ചെയ്യുമ്പോൾ എനിക്കും നല്ല എൻ്റെ വീട്ടുകാർക്കൊക്കെ പേടി തന്നെയായിരുന്നു. അപ്പോൾ ഇങ്ങനെയൊന്നുള്ളതുകൊണ്ട് അവർ എല്ലാവരും തീരുമാനിച്ചു. അങ്ങനെ ഇവിടെ വന്ന് കാട്ടി വളരെ നല്ല റിസൾട്ട് എനിക്ക് കിട്ടിയത്. ഇപ്പോൾ എനിക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല. ഇപ്പോഴും ഞാനിവിടെ 1 മാസം 2 മാസം കൂടുമ്പോൾ ഒന്ന് ഡോക്ടറെ ഇപ്പോൾ കാണിക്കും. ജസ്റ്റ് ഒന്ന് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ഒന്ന് കാണിക്കും, അവർ നോക്കും. അപ്പോൾ അതിൻ്റെ വ്യത്യാസമൊക്കെ നോക്കി അഭിപ്രായം പറയും. അതെനിക്ക് ഞാനിപ്പോൾ പൂർണ്ണ തൃപ്തനാണ് ഇക്കാര്യത്തിൽ. കാരണം ഞാനിത് ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ചില എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നാട്ടിൽ പലതും സംഭവിക്കും, നമ്മൾ വായിക്കുന്നതൊക്കെ ആണല്ലോ. അപ്പോൾ ഇവിടുന്ന് എനിക്ക് പരിപൂർണ്ണമായിട്ട് എനിക്ക് എല്ലാ രോഗമൊക്കെ മാറി. ഇപ്പോൾ എനിക്ക് പഴയ പോലെയൊക്കെ എന്ത് വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്നുണ്ട്. അങ്ങനെ ഒരു ആഴ്ച കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് കുറേശ്ശെ നടക്കാറായി. അപ്പോഴും എൻ്റെ വേദന പൂർണ്ണമായിട്ട് ശരിയായിട്ടില്ലായിരുന്നു. അങ്ങനെ ഇവിടുന്ന് എക്സസൈസും കാര്യങ്ങളൊക്കെ അവർ ചെയ്യിക്കും. അങ്ങനെ കുറച്ച് ഞാനും ചെയ്യും. സ്വന്തമായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റാറില്ല ഇത്. കാരണം അത്രത്തോളം വേദനയായിരുന്നു. എൻ്റെ ഒരു കാല് സത്യത്തിൽ നനക്കാൻ പോലും പറ്റൂലായിരുന്നു ഈ ഒരു പ്രശ്നം കാരണം വലത്തെ കാല്. നിലത്ത് കുത്താനോ അതിന് സത്യത്തിൽ അതിനൊരു 99% ചലനശേഷിയില്ല. 1% മാത്രമേ ഉള്ളൂ. ഒന്ന് ഇളകാനൊക്കെ പറ്റുന്ന മാത്രമേ ഉള്ളൂ. സ്പർശനം മാത്രം അറിയില്ലായിരുന്നു. അങ്ങനെ ഇവിടെ ചെന്ന് ഇവരെ ട്രീറ്റ്മെൻറ്റിലും തെറാപ്പിയിലൊക്കെ കൂടെ അത് ശരിയായിട്ട് ഇപ്പോൾ സ്വന്തമായിട്ട് നടക്കും. വീട്ടിലെത്തിയിട്ടുണ്ടെങ്കിൽ എനിക്ക് ആദ്യം തുടക്കത്തിൽ എനിക്ക് കുറച്ച് വീൽ ചെയറല്ല വോക്കറിൻ്റെ ഒക്കെ ഒന്ന് എടുത്ത് നടക്കേണ്ടി വന്നിരുന്നു. ഇപ്പോൾ അതൊന്നുമില്ല. ഇപ്പോൾ സ്വന്തമായിട്ട് എണീക്കാനും ഇരിക്കാനും എല്ലാത്തിനും ഒരു പരസഹായം ഇല്ലാതെ എല്ലാം ചെയ്യാൻ പറ്റുന്നുണ്ട്. അത് എനിക്കിത് പൂർണ്ണ തൃപ്തനാണ് ഞാൻ.